ഹേ ഗൈസ്, വീട്ടുകാർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ? എന്താണ് സർപ്രൈസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മൾ വീട്ടിൽ അറിയിക്കാതെ പുതിയൊരു TV വാങ്ങിയേക്കാണ്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ആൾക്കാർ വരെ 2 ദിവസം പിടിക്കും. അപ്പൊ നമ്മൾ അതുവരെ ഇത് ഒളിപ്പിച്ച് വെക്കണം, പിന്നീട് കാണിക്കണം. പക്ഷെ അവര് ഫിറ്റ് ചെയ്തതിനു ശേഷം സർപ്രൈസ് കൊടുക്കും. അവരെ ഞെട്ടിക്കണം കൈ. കട്ടിന്റെ അടി കൊണ്ട് ഒളിപ്പിച്ചു. അടി നോക്കൂ. നമ്മുടെ പഴയ ടിവിയുടെ പാനലൊക്കെ അടിച്ചു പോയിണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു TV ഒന്നും വേണ്ട, ഇപ്പൊ ആരും TV ഒന്നും കാണില്ല എന്നൊക്കെയാണ് ഇവിടെ അച്ചാച്ചനും അമ്മയൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ 32 ഇഞ്ചിന്റെ TV ആയിരുന്നു മുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ 55 ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മുന്നത്തെ ടിവിയുടെ പാനലൊക്കെ ഇതുണ്ടായിരുന്നു, മൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞു. ഇനി ഇവിടെ TV ഒന്നും വേണ്ടാന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ TV വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇൻസ്റ്റാളേഷൻ ആൾക്കാർ 2 ദിവസം പിടിക്കും വരാനായിട്ട്. അപ്പോൾ അതുവരെ എൻ്റെ റൂമിൽ കട്ടിൻ്റെ അടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, ആരും അറിയാണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ തിങ്കളാഴ്ച അവർ വന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് എല്ലാവരും കയറി വരുമ്പോൾ അവരുടെ റിയാക്ഷൻ നമ്മളെടുക്കും. സർപ്രൈസ്. അതാണ് നമ്മുടെ കണ്ടിട്ട്. ഇപ്പൊ എനിക്കും അമ്മയ്ക്കും മാത്രം അറിയുള്ളത്, ബാക്കിയുള്ള എല്ലാവരും സർപ്രൈസ് ആവും. നമ്മുടെ TV ഇൻസ്റ്റാളേഷന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷനുള്ള ആൾ വന്നു, ആളൊരു സൈഡിൽ നിന്ന് പണി തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ TV വെക്കാനുള്ള സ്ഥലം സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ കർട്ടൻ നമുക്കൊരു തടസ്സമാണ്, അത് മാറ്റാം. ആ സമയം കൊണ്ട് ചേട്ടൻ നമ്മുടെ TVയിൽ മൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഇനി ചുമരിൽ ഡ്രിൽ ചെയ്ത് അതിനുള്ള ഹോൾസൊക്കെ ഇട്ടതിന് ശേഷം വാൾ മൗണ്ട് സെറ്റ് ചെയ്ത് അതിലേക്ക് വെറുതെ ഹുക്ക് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് പണി. അത്രയ്ക്ക് നിസ്സാരാണെങ്കിൽ നിനക്ക് തന്നെ അത് ചെയ്യായിരുന്നില്ലടാ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ TV കണക്ട് ആക്കി ഗൈസ്. ടിവിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, സംഭവം വർക്കിംഗ് ആക്കി. ഇനി നമുക്ക് നമ്മുടെ വീട്ടുകാരെ റിയാക്ഷൻ എടുക്കാം. ഇന്ന് എല്ലാവരും വന്ന് കഴിഞ്ഞാൽ സർപ്രൈസ് ആവും. നല്ല കണി. TV കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവരെന്നെ വിരഹടിപ്പിച്ച് കൊല്ലും തോന്നുന്നു. ആദ്യത്തെ നമ്മുടെ ഏരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്രിയാണ്. മാമന്റെ മോനാണ് ആദ്യം ട്യൂഷൻ വന്നത്. ബദ്രി TV എങ്ങനെയുണ്ട്? Then chess number 2 on the stage, അച്ചാച്ചൻ. അടുത്തതായി വേദിയിലേക്ക് കടന്നു വന്നത് അമ്മാമ്മയാണ്. വീട്ടിലും റൂമിലും യാതൊരുവിധ മാറ്റമില്ലാത്ത പോലെയാണ് അമ്മാമ്മ കടന്നു വന്നത് ഗൈസ്. ഞാൻ ചെറുതായിട്ട് ചമ്മി. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു TV കണ്ടു. കണ്ടതിന് ശേഷം ഷീ വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദൗത്യം വിജയിച്ചിരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് TV വളരെ അധികം ഇഷ്ടമായി. കാരണം സീരിയലും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതും അതിൻ്റെ ആവശ്യകതയും അമ്മാമ്മയ്ക്കാണ്. ഇനി ഒരാളുടെ കൂടി റിയാക്ഷനെ കിട്ടാനുള്ളൂ. അതാരാത്? ദേ വരുന്നു അവൾ. ഗൈസ്, TV കണ്ടതിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് സ്വത്താണ്. ഗൈസ്, അപ്പോൾ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും തന്നെ TV ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, എന്നെയും എൻ്റെ വീട്ടുകാരെയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്തൊരു ഫാമിലി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ.